ദില്ലി ബംഗിള്. പൃഥ്വിരാജിന്റെ പടത്തിൽ എന്നെ വിളിച്ചതാ. മോഹൻലാൽ അങ്കിള് പറഞ്ഞു നാണം കെടുത്തരുത്, അങ്കിള് നാണം കെടുത്ത് പോകുന്നു. പഠിക്കാൻ ടൈമില്ല, സീരിയല് കാണണം. ചിലവരിങ്ങനെ പിച്ചു ഇങ്ങനൊക്കെ ചെയ്യും. അതങ്ങനെ പറഞ്ഞാൽ അവർക്ക് സങ്കടാവൂലേ? അത് തന്നെയല്ലേ ഞാൻ ഇപ്പൊ പറഞ്ഞേ. അയ്യോ എടുക്കല്ലേ. ആദ്യം എനിക്ക് പേടിയുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ദിവസം അഭിനയിച്ചപ്പോൾ പിന്നെ ഇങ്ങനെ കുറച്ച് അഭിനയിക്കാനൊക്കെ തുടങ്ങി. അഭിനയിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ കരയുന്ന സീനൊക്കെ ഉണ്ടായിരുന്നു. അന്നേരം ഞാൻ ചിരിച്ചുപോയി. അതായത് ചിരി വന്നു. പിന്നെയും കുറച്ച് തേക്കൊക്കെ എടുത്ത് പിന്നെ ശരിയാന്നൊക്കെ പറഞ്ഞു. പാവം അമ്മാവൻ, വിഷമിക്കണ്ട കേട്ടോ. അന്നേരം ഞാൻ മോഹൻലാൽ അങ്കിളിനെ കണ്ടില്ല. ഫിലിം അവാർഡിൽ പോയപ്പോൾ മാത്രമേ ഞാൻ കണ്ടതുള്ളൂ. മോഹൻലാൽ അങ്കിള് പറഞ്ഞു നന്നായി ചെയ്യണേ, എല്ലാവരും ഉണ്ട്, കുറേ ആൾക്കാരുണ്ട്, നാണം കെടുത്തരുത്, അങ്കിള് നാണം കെടുത്ത് പോകുമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ കുറേ ഡയലോഗൊക്കെ പറഞ്ഞു. ആരും പ്രോമിസൊന്നും ചെയ്തില്ല. പിന്നെ ഡബിങ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് രാത്രി വരെ ഉണ്ടായിരുന്നു ആ ഷൂട്ട്. വയ്യാതായി, പിന്നെ ഉറങ്ങിപ്പോയി. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള നടന ദിലീപ് അങ്കിള്. എന്നിട്ട് ഞാൻ ഇങ്ങനെ കേൾക്കും, നല്ല ഇഷ്ടാ. ദിലീപ് അങ്കിള് പറഞ്ഞു നീ ഫുഡൊക്കെ കഴിക്കാറുണ്ട്, ഇത്രേ ഒരു പൊടീൻ്റെ നീളേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഡോക്ടർ ആവും ചിലപ്പോ, പീഡിയാട്രീഷ്യൻ. കുഞ്ഞു വാവകളുടെ ഒത്തിരി ഇഷ്ടം വാവകളെ. എനിക്ക് തടിച്ചുണ്ട കുഞ്ഞുങ്ങളെ ഇഷ്ടം. ഞാൻ ചെറുപ്പത്തിൽ അങ്ങനെയായിരുന്നു. അവിടെ ഹോട്ടലിൽ നിന്ന് അമ്മ ഐപാഡിൽ കാണിച്ചു തന്നു എൻ്റെ ചെറുപ്പത്തിലെ ഫോട്ടോ. ഫ്രണ്ട്സിന് കാണാറില്ല, പിന്നെ എങ്ങനെ കേൾക്കാം. ടീച്ചേഴ്സ് പറയും എന്താ പിന്നെ പഠിക്കണ്ടേ മൂക്ക് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പഠിക്കാൻ ടൈമില്ല, സീരിയല് കാണണം. ഇപ്പൊ കടുത്തുമുത്ത് എങ്ങനെയാ വന്നതെന്ന് വെച്ചാല് ഈ കുറെ ആഡ് ഞാൻ കുറെ ചെയ്തിട്ടുണ്ട് കൊണ്ട്. അപ്പോൾ ചെയ്താൽ ഇങ്ങനെ കുറെ കാശൊക്കെ കിട്ടില്ലേ. കിഷോർ സത്യ പറഞ്ഞ അങ്കിളിനറിയോ? കടുത്തമുത്തിലെ ബാലേന്ദ്രൻ. ആ അങ്കിളിൻ്റെ ഫ്രണ്ടാണ് ജിസ്മോ എന്ന് പറഞ്ഞ അങ്കിൾ. ആ അങ്കിളാണ് എന്നെ കുറേ പരസ്യത്തിലൊക്കെ വിളിച്ചത്. ആ പരസ്യം ആ കിഷോർ സത്യ എന്ന് പറഞ്ഞ അങ്കിള് കണ്ടപ്പോൾ ആ കിഷോർ സത്യ അങ്കിള് പറഞ്ഞു നമുക്ക് ഈ കുട്ടീനെ കടുത്തമുത്തിലേക്ക് എടുക്കാമെന്ന് പറഞ്ഞു. അപ്പം എന്നെ കടുത്തമുത്തിലെടുത്തു. പിന്നെ കരയുന്ന സീനൊക്കെ ഉണ്ടായിരുന്നു. കരയുന്ന സീൻ ആദ്യം എടുക്കണമെന്ന് പറഞ്ഞു. ആദ്യം എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ മടിയായിരുന്നു, പിന്നെ ചെയ്തില്ല. പിന്നെ അവർ പറഞ്ഞു എന്നാൽ വേണ്ടെങ്കിൽ വേണ്ട, നമ്മൾ വേറെ കൊച്ചിനെ എടുക്കാമെന്ന് പറഞ്ഞു. 10 കുട്ടികളെ കണ്ടു അവർ. കണ്ടപ്പോൾ അതിൽ നിന്ന് ഏത് കുട്ടികളും എന്നെ പോലെയല്ല. അപ്പം ആ കുട്ടികളെ മാറ്റിയിട്ട് പിന്നെ എന്നെ വിളിച്ചു, ഒന്ന് വരാമോ മോളെ അഭിനയിക്കുമോ എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ട്രിവാൻഡ്രം പോയിട്ട് അഭിനയിക്കാൻ പോയി, പിന്നെയും അഭിനയിച്ചില്ല. അങ്ങനെ 3 ദിവസം അങ്ങനെ കഷ്ടായിപ്പോയി. അപ്പം പിന്നെ ഞാൻ അവിടെ പോയിട്ട് പറഞ്ഞു എൻ്റെ അമ്മ വന്നാൽ ഞാൻ ചെയ്യാമെന്ന്. അപ്പം അമ്മേനെ വിളിച്ച് കുറച്ച് ചെയ്തു.
ഹായ് എന്ന് പറയും. പിന്നെ ഫ്ലൈയിങ് കിസ്സൊക്കെ കൊടുക്കും. ചിലവരിങ്ങനെ പിച്ചു ഇങ്ങനെയൊക്കെ ചെയ്യും. അതുകൊണ്ട് ഞാൻ കൈ മാറ്റി വെക്കും. എന്നാലും ഒരു വിച്ച് എന്താണെന്നറിയാം അവർ പിച്ച് വലിക്കണേ. അവർക്ക് എങ്ങനെയെങ്കിലും എന്നെ ഇങ്ങനെ തൊട്ടാൽ മതി. ഞാൻ നടന്നു പോകുമ്പോൾ പിന്നെ അവർക്ക് ഇങ്ങനെ പിടിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ആയി പോണു. ചിലവരുടെ നഖമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഓരോന്ന് ഇതാവും. മമ്മൂട്ടിൻ്റെ പടമുണ്ട്, മോഹൻലാലിൻ്റെ പടമില്ല. ഉണ്ട്. പൃഥ്വിരാജിൻ്റെ പടത്തിൽ എന്നെ വിളിച്ചതാ. പൃഥ്വിരാജിൻ്റെ പടത്തിൽ എന്നെ വിളിച്ചപ്പോൾ അതിൽ പോകാൻ പറ്റിയില്ല. ജെയിംസ് ആൻഡ് ആലീസ് അതിലെന്നെ വിളിച്ചതാ. പിന്നെ വേറെ കുട്ടീനെ എടുത്തു അവർ. ഡാർവിൻ്റെ പെരുന്നാൾ ഒരു പ്രാവശ്യം ചെയ്തു. എന്നിട്ട് അവർ താമസിക്കാൻ ഹോട്ടലൊക്കെ തരും. മമ്മി അച്ഛനും ഞാനും രാത്രി ഉറങ്ങാൻ പോകുമ്പോൾ അച്ഛനെ ഫോണിൽ അച്ഛനെ വിളിച്ചപ്പം അവർ പറഞ്ഞു മോൾക്ക് ഒന്ന് ചെയ്യാൻ പറ്റുമോ, ഡേറ്റ് ഉണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ അച്ഛൻ പറഞ്ഞു ഡേറ്റ് ഉണ്ടായില്ല, കാട്ടുമുത്തിൻ്റെ ഷൂട്ടിങ് കാണാനെല്ലാം ഇങ്ങനെ ലീവ് ആവണേ, സിനിമകളൊക്കെ കുറേ ചെയ്യാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് പോകാൻ പറ്റിയില്ല, കുറേ സിനിമകൾ ക്യാൻസൽഡ് ആക്കി എന്ന് പറഞ്ഞു.